വയനാട് കൽപ്പറ്റയിൽ പണിമുടക്കിനിടെ വാഹനം തടഞ്ഞു. ഫൈസൽ നെടുമ്പാല കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഫൈസൽ, എങ്ങനെയാണ് പുരോഗമിക്കുന്നത് വയനാട്ടിൽ ഈ പണിമുടക്ക്? വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത തൊഴിലാളി യൂണിയനുകൾ നടത്തുന്ന പണിമുടക്ക് ജില്ലയിലും പൂർണ്ണമാണ്. ഏതാനും ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിരത്തിൽ ഓടുന്നത്. കടകമ്പോളങ്ങൾ പൂർണ്ണമായും കൽപ്പറ്റയിൽ ഉൾപ്പെടെ അടഞ്ഞുകിടക്കുകയാണ്. രാവിലെ നേരിയ തോതിലുള്ള സംഘർഷമൊക്കെ കൽപ്പറ്റയിൽ നടന്നിരുന്നു. ഒരു ലോറി തൊഴിലാളികൾ തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ ഏറെ നേരം തൊഴിലാളികളും ഈ ലോറി ഡ്രൈവർമാരും തമ്മിൽ ചില വാക്കുതർക്കങ്ങൾക്കൊക്കെ അത് കാരണമാക്കി. വിവിധ വാഹനങ്ങൾ ഇത്തരത്തിൽ കൽപ്പറ്റയിലെത്തിയ ലോറികൾ ഉൾപ്പെടെ തൊഴിലാളികൾ തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ കൽപ്പറ്റയിൽ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിലുള്ള പ്രകടനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സമരം എല്ലാ ട്രേഡ് യൂണിയനും നടത്തുന്നത്. എന്തൊക്കെയാണ് പ്രധാനമായി നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? തൊഴിലാളികളെ വഞ്ചിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് 44 തൊഴിൽ നിയമങ്ങൾ 4 കോടുകളാക്കി തിരിച്ച് തൊഴിലാളികൾക്ക് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും ഇല്ലാതാക്കുന്ന സമീപനം ലോകത്തിന് തന്നെ മാതൃകയായ തൊഴിലുറപ്പ് പദ്ധതി ഇന്ന് അട്ടിമറിക്കപ്പെടുന്നു. രാഷ്ട്രപിതാവിന്റെ പേര് മാറ്റപ്പെടുന്നു. തൊഴിൽ നിയമങ്ങളൊക്കെ തൊഴിലാളി വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നു. ഇതിനെതിരായിക്കൊണ്ട് രാജ്യത്തെ തൊഴിലാളി സംഘടനകൾ ഒരുമിച്ച് തൊഴിലാളിയുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും നിലനിർത്താനുള്ള ശക്തമായ പോരാട്ടമാണ് രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു പല ഘട്ടങ്ങളിലെ ഹൈക്കോടതി ട്രേഡ് യൂണിയൻ സമരം നടത്തിയിട്ടും ഗവൺമെന്റ് വർഗീയമായി ജനങ്ങളെ ചിഹ്നിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ശക്തമായ പ്രക്ഷോഭം രാജ്യത്തെ തൊഴിലാളി സംഘടനകൾ ഒറ്റക്കെട്ടായി നടത്തി ഈ ഗവൺമെന്റിന്റെ തെറ്റുകൾ തിരുത്തുന്നവരെയുള്ള പോരാട്ടം ശക്തമാക്കും. പ്രധാനമായിട്ടുള്ള തൊഴിലാളികളെ കേന്ദ്ര സർക്കാർ വഞ്ചിക്കുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് രാജ്യത്തുടനീളം തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പണിമുടക്ക് നടക്കുന്നത്. സ്വകാര്യ വാഹനങ്ങളൊന്നും എന്നാൽ അല്ലാത്ത വാഹനങ്ങളൊക്കെ തന്നെ ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കൽപ്പറ്റയിൽ തടഞ്ഞിട്ടുണ്ട്. നേരിയ തോതിലുള്ള സംഘർഷങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നു. എന്തായാലും ഈ സമരം ഒരു സൂചന മാത്രമായിരിക്കും. തുടർന്നും ഇത്തരത്തിൽ തൊഴിലാളികളെ വഞ്ചിക്കുന്ന നിലപാട് കേന്ദ്ര സർക്കാർ തുടർന്നു കഴിഞ്ഞാൽ സമരം ഇനിയും തുടരുമെന്നുള്ളതാണ് അറിയിക്കുന്നത്. വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങളാണ് പങ്കുവച്ചത് ഫൈസൽ നെടുമ്പാല. സംസ്ഥാനത്ത് എല്ലായിടത്തും പണിമുടക്ക് ഏതാണ്ട് എല്ലാ തൊഴിൽ മേഖലയും ബാധിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം.